നമസ്കാരം. ന്യൂവേഴ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോറിന് എത്ര തന്നെ കറികൾ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിലോ പൊളിക്കൂലേ? അത്തരം ഒരു ചമ്മന്തിയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുത്തിക്കാച്ചിയ ചമ്മന്തി. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണും. പോകാം റെസിപ്പിയിലോട്ട്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 12 അല്ലി ചെറിയുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റവിന്റെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് പാതി വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ഒരു പാതി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ എടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചിട്ടോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി സെയിം രീതിയിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഉള്ളിയും മുളകും നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും മുളകും പാകത്തിന് ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് നമ്മളൊരു ചെറിയ പീസ് കോൽപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് കോൽപ്പുളി അല്പം വെള്ളത്തിലൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുതിർത്തിയെടുത്തതാണ്. ആ കോൽപ്പുളിയിലോട്ട് ഇട്ട് കൊടുക്കുക. കോൽപ്പുളി ഇട്ടതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചീനച്ചട്ടിയുടെ ചൂടിലിട്ടിട്ട് പുളിയിലെ റോ ടേസ്റ്റ് ഒക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് മറ്റൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ചമ്മന്തി ഇവിടെ അല്പം ഒന്ന് ചൂടാറി വന്നതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഞെരടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കുത്തിക്കാച്ചിയ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ചോറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അല്ലേ? എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്